പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കണം അവരുടെ പെരുമാറ്റം, ആ പെരുമാറ്റത്തെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും ഒക്കെ ജനങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് യോജിക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഇയാളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വസ്തുതകൾ എന്താണ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ വസ്തുതകൾ ഈ കേൾക്കുന്ന വാർത്തകൾ ശരിയാണ് എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലാണ് എന്നാണ് പൊതുവെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് ഇരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ, ജയിലിലിട്ടോ, ശിക്ഷിച്ചോ, ഇതെല്ലാം രണ്ടാമത്തെ ചോദ്യങ്ങളാണ്. മറ്റൊരു വിഷയത്തിൽ വരുമ്പോഴത്തേക്കും രാഹുൽ മാങ്കൂട്ടമാണ്. രാഹുൽ മാങ്കൂട്ടം അടുത്ത ആഴ്ച തൊട്ട് അടുത്ത ആഴ്ച മുതൽ സഭ ആരംഭിക്കുകയാണ്, നിയമസഭ ആരംഭിക്കുകയാണ്. അപ്പം നിയമസഭയിൽ പങ്കെടുക്കണമെന്നാണ്, രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കണമെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ പങ്കെടുപ്പിക്കില്ലെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്നാൽ പോലും സഭയിൽ എത്തിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. BJP പ്രതിഷേധമായ രംഗത്തുണ്ടെന്നാണ്. അല്ല, ഇതിലെല്ലാം പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജനപ്രതിനിധിയെക്കുറിച്ച് ജനങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ജനപ്രതിനിധി ഇനി ജനപ്രതിനിധിയല്ല, ഇപ്പം ഞാൻ ജനപ്രതിനിധി ഒന്നുമല്ല, പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സമൂഹത്തിൽ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കണം അവരുടെ പെരുമാറ്റം, ആ പെരുമാറ്റത്തെക്കുറിച്ചും അവരുടെ രീതികളെക്കുറിച്ചും ഒക്കെ ജനങ്ങൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിന് യോജിക്കാത്ത തരത്തിലുള്ള വാർത്തകളാണ് ഇയാളെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഒരുപാട് മാധ്യമപ്രവർത്തകർ അപ്പൊ ധാരാളം എന്ന് പറഞ്ഞാൽ ഇതില് ടെക്നിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പരാതി ഉണ്ടോ? പോലീസിൽ പരാതി കിട്ടിയിട്ടില്ല. പക്ഷേ വസ്തുതകൾ എന്താണ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ വസ്തുതകൾ ഈ കേൾക്കുന്ന വാർത്തകൾ ശരിയാണ് എന്ന് വിശ്വസിക്കാവുന്ന തരത്തിലാണ് എന്നാണ് പൊതുവെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ ജനപ്രതിനിധിയായിട്ട് ഇരിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം. കേസെടുത്തോ, അറസ്റ്റ് ചെയ്തോ, ജയിലിലിട്ടോ, ശിക്ഷിച്ചോ, ഇതെല്ലാം രണ്ടാമത്തെ ചോദ്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചോദ്യം വരുമ്പോൾ കോൺഗ്രസ് ജനങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു പൊതുപ്രവർത്തകൻ, ആ പൊതുപ്രവർത്തകൻ എന്നുള്ള ഒരു ജനങ്ങളുടെ കാഴ്ചപ്പാടിന് ഒപ്പം നിൽക്കുന്നുണ്ടോ ഇല്ലയോ, കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിർത്തിയോ നിർത്തില്ലയോ എന്നുള്ളതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. അതൊന്നും പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല. കോൺഗ്രസിന് ആരെ വേണമെങ്കിലും, അതായത് ഒരു ക്ലബ്ബ്, ഞാനൊരു ക്ലബ്ബ് ഉണ്ടാക്കുന്നു, ആ ക്ലബിന്റെ ഭാരവാഹിയാക്കുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്ന ആൾക്കാർക്കൊന്നും ഒരു കാര്യമില്ലല്ലോ. ആ ക്ലബിന്റെ ബൈലോ അനുസരിച്ചിട്ടുള്ള ഒരാളെ ആക്കാം. ഇനി ആ ബൈലോയിൽ വെള്ളം ചേർത്ത് വന്നിരിക്കട്ടെ, അത് അവരുടെ പ്രശ്നം. അതിനകത്തുള്ള ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ, പുറത്തുള്ള ആളുകൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്ന് ഒരാളെ നീക്കുകയോ നീക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കോൺഗ്രസ് അംഗങ്ങളായിട്ടുള്ള ആളുകളുടെ മാത്രം ഒരു ആഭ്യന്തര പ്രശ്നമാണ്. എൻ്റെ പ്രശ്നം, ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം, ഇത് ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ള വിഷയം. കേരളത്തിന്റെ പൊതുപ്രവർത്തകരെ കുറിച്ച് പൊതുസമൂഹം കാണുന്ന, അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ മനസ്സിലുള്ള ധാർമ്മികതയുടെ ഒരു വിഷയം, ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? കോൺഗ്രസ് ജനങ്ങളുടെ അഭിപ്രായങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാണോ അല്ലയോ? ബൈലോയുടെ കാര്യം പറയുമ്പോഴത്തേക്കും കോൺഗ്രസിന്റെ ബൈലോ പ്രകാരം പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തായി കഴിഞ്ഞാൽ പിന്നെ ജനപ്രതിനിധി സ്ഥാനം രാജിവെക്കണമെന്നാണ്. പക്ഷെ ഇതുവരെ രാജിവെച്ചിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് അത് അവർ സ്പെഷ്യൽ എക്സെപ്ഷൻ കൊടുത്തു എന്നിരിക്കട്ടെ, ഞാനത് ചോദ്യം ചെയ്യില്ല. എനിക്കത് ചോദ്യം ചെയ്യാൻ അധികാരമില്ലല്ലോ. കാരണം കോൺഗ്രസ് എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് കോൺഗ്രസിന്റെ അംഗത്വമുള്ള ആളുകൾക്ക് തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എനിക്കതിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് എന്ന് ഞാൻ പറയുമ്പോൾ എന്നെ പോലെയുള്ള കോടിക്കണക്കിന് ആളുകൾക്ക്, അവർക്കാരും ചോദ്യം ചെയ്യണം. അവർ ഇത് ഞങ്ങളുടെ കാര്യമാണ്. ഇപ്പൊ വീട്ടിനകത്ത് ഒരു വഴക്കുണ്ടായിരിക്കട്ടെ, അടുത്ത വീട്ടുകാരൻ വന്ന് പറയും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, ഞങ്ങൾ തീർത്തോളൂ, നീ ഇതിൽ ഇടപെടണ്ട എന്നൊരാൾ പറയുന്നത് പോലെ പറയാം അവർക്ക്, ഞങ്ങളുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നം അതാണ് കോൺഗ്രസിന്റെ ഭാരവാഹിത്വം അല്ല. MLA സ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാൾ, ഈവൻ MLA അല്ലാത്ത പൊതുപ്രവർത്തകരെ കുറിച്ച് പോലും ജനങ്ങളുടെ മനസ്സിൽ എങ്ങനെയായിരിക്കണം ഒരു പൊതുപ്രവർത്തകൻ? ഇപ്പോ മദ്യപിച്ച് നടുറോഡിലൂടെ നടന്നു
പോലീസിന് കേസെടുക്കണമെങ്കിൽ എന്തെങ്കിലും പൊതു ശല്യം ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ പറ്റുള്ളൂ. പക്ഷേ ഒരു പൊതുപ്രവർത്തനം അങ്ങനെ ചെയ്യാൻ പൊതുപ്രവർത്തകൻ അങ്ങനെ ചെയ്യുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഇതാണ് വ്യത്യാസം.